ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എക്സിറ്റ് പോളുകൾ, ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും NDA സഖ്യം, BJP JDU സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന ആക്സിസ് മൈന്ത്യയുടെ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള പ്രദീപ് ഗുപ്തയുടെ പോളും സൂചിപ്പിക്കുന്നത് NDAക്ക് തന്നെയാണ് മുൻതൂക്കമെന്നാണ്. പക്ഷേ വലിയൊരു ആധിപത്യം ഉണ്ടാവില്ല, ഒരു ടൈറ്റ് മത്സരം തന്നെയായിരിക്കും. ഒരു 2% വോട്ട് വ്യത്യാസത്തിൽ അത്യാവശ്യം ഭൂരിപക്ഷത്തോടു കൂടി NDA സഖ്യം വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് മൈന്ത്യ പ്രവചിക്കുന്നത്. മറ്റ് പോളുകളിലെല്ലാം, ഭൂരിപക്ഷം പോളുകളിലും BJP JDU സഖ്യത്തിൻ്റെ വിജയം തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒന്നോ രണ്ടോ അത്ര ക്രെഡിബിൾ അല്ലാത്ത ഏജൻസീസ് ആണ് ഇപ്പോൾ നിലവിൽ മഹാസഖ്യത്തിനൊരു വിജയം പ്രവചിക്കുന്നത്. എന്തായാലും ഈ എക്സിറ്റ് പോളുകൾ ശരിയാകുമോ? പ്രത്യേകിച്ച് ബീഹാറിൻ്റെ കാര്യത്തിൽ ഇതിനൊരു ഡൗട്ട് ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ എല്ലാവരും പറഞ്ഞത്, എല്ലാ എക്സിറ്റ് പോളുകളും പറഞ്ഞത് മഹാഗഡ്ബന്ധൻ അധികാരത്തിൽ വരുമെന്നായിരുന്നു. പക്ഷേ സംഭവിച്ചത് NDAയുടെ ഭരണത്തിലേക്കുള്ള മാറ്റമായിരുന്നു, അല്ലെങ്കിൽ വീണ്ടും NDA തിരിച്ചെത്തിയൊരു സംഭവമാണ് നടന്നത്. അതുകൂടാതെ തന്നെ അതിനു മുമ്പ് NDA അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞു, പക്ഷേ സംഭവിച്ചത് തിരിച്ചായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം ക്രെഡിബിൾ ആണെന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ബീഹാറിനെ സംബന്ധിച്ച് ഈ എക്സിറ്റ് പോളുകൾ എറർ വരാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ട്രെൻഡ് കൃത്യമായിട്ട് തന്നെ വ്യക്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നിലവിൽ ബീഹാറിലെ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ 2 ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് അവസാനിച്ചൊരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ അല്ലെങ്കിൽ BJP JDU സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ എക്സ് ഫാക്ടർ എന്ന് പറയുന്നത് അവരുടെ അംബർല സോഷ്യൽ കൊലീഷൻ തന്നെയാണ്. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തിയാണ് നിതീഷും BJPയും ഇപ്പോൾ കഴിഞ്ഞ 20 വർഷമായി ബീഹാറിൽ ഇങ്ങനെ വളരെ ശക്തമായുള്ള ഭരണകക്ഷിയായിട്ട് അല്ലെങ്കിൽ ഭരണ സഖ്യമായിട്ട് നിൽക്കുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം നിതീഷിൻ്റെ ലോയലായിട്ടുള്ള വോട്ട് ബാങ്ക്, EBC പ്ലസ് നോൺ യാദവ് OBC. അതായത് യാദവർ RJD ആണ് പിന്തുണയ്ക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ യാദവരല്ലാത്ത ഒരുപാട് OBC ഗ്രൂപ്പുകളുണ്ട്. ഇവർ നിതീഷിനൊപ്പം ഉറച്ചു നിൽക്കുന്ന വിഭാഗക്കാരാണ്. അതിനൊപ്പം തന്നെ നിതീഷിൻ്റെ കാസ്റ്റായ കുർമി ഉൾപ്പെടുന്ന കുശ്വാഹ, പിന്നെ അതുകൂടാതെ നിഷാദൊക്കെ ഉൾപ്പെടുന്ന ഒരുപാട് കാസ്റ്റുകളുണ്ട്. ഒരു 100ഓളം വരുന്ന ചെറിയ കാസ്റ്റുകളെല്ലാം ചേർന്നുള്ള EBC, എക്സ്ട്രീം ബാക്ക്വേർഡ് കാസ്റ്റ്. അപ്പോൾ ഈ EBC പ്ലസ് നോൺ യാദവ് OBC പ്ലസ് മഹാദളിത്, ദളിതന്മാരിൽ ഏറ്റവും താഴെ നിൽക്കുന്ന, ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് മാജി പറയാം, അതുകൂടാതെ തന്നെ മുഷാഹർ ഗ്രൂപ്പ് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗക്കാരെല്ലാം നിതീഷിൻ്റെ ഒരു ഉറച്ച വോട്ട് ബാങ്കാണ്. കാരണം ഈ നിതീഷിൻ്റെ സാമൂഹ്യ ക്ഷേമ പദ്ധതികളുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റികളാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും ഇത്തവണയും നിതീഷ് കുമാറിനും BJP JDU സഖ്യത്തിനും ഒപ്പം ഉറച്ചു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ഇത് കൂടാതെ BJPയുടെ ലോയലായിട്ട് ഒരു വോട്ട് ബാങ്ക്, അതായത് ബ്രാഹ്മിൻ, ഭൂമിഹാർ, രജപുത്ര വോട്ട് ബാങ്ക്, അത് ഏതാണ്ട് 11% ബീഹാറിലെ ജനസംഖ്യയിൽ വരും. അതിനൊപ്പം തന്നെ കായസ്ഥ, ബനിയ ഗ്രൂപ്പുകൾ കൂടി, അതും BJPയുടെ ലോയലായിട്ടുള്ള വോട്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇവർ എല്ലാവരും കൂടെ ചേരുമ്പോൾ ഒരു വലിയ സോഷ്യൽ കൊലീഷനാണ് അവിടെ രൂപപ്പെടുന്നത്. അപ്പോൾ അതിനെ മറികടക്കാൻ RJDക്ക് ഇത്തവണയും സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാരണം മുസ്ലിം യാദവ് കോമ്പിനേഷനാണ് RJDയുടെയും തേജസ്വി യാദവിൻ്റെയൊക്കെ തുറുപ്പ് ചീട്ട്. അതിൽ യാദവ വോട്ടുകളിൽ 90% RJDക്ക് പോൾ ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ മുസ്ലിം വോട്ട്, പ്രത്യേകിച്ച് സീമാഞ്ചൽ മേഖലയിൽ മുസ്ലിം പോപ്പുലേഷൻ വളരെ ഡൊമിനൻ്റ് ആയിട്ടുള്ള പല സ്ഥലങ്ങളുമുള്ള സീമാഞ്ചൽ മേഖലയിൽ ഒവൈസിയുടെ പാർട്ടി നല്ലൊരു ശതമാനം വോട്ട് പിടിക്കും. അതുകൊണ്ട് തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആ ഒരു വോട്ട് പൂർണ്ണമായിട്ടും RJD അല്ലെങ്കിൽ മഹാസഖ്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഒരു അനാലിസിസ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും RJD നേരിടുന്ന അല്ലെങ്കിൽ ഈ മഹാസഖ്യം നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി MY കോമ്പിനേഷൻ പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ തേജസ്വി യാദവ് പല ശ്രമങ്ങളും നടത്തി. ഇപ്പം RJDയുടെ സംസ്ഥാന അധ്യക്ഷൻ ഒരു EBC വിഭാഗത്തിൽ നിന്ന ആളാണ്. അതുകൂടാതെ തന്നെ കുറേ EBC SC വിഭാഗക്കാർക്കൊക്കെ അവർ സീറ്റ് നൽകിയിട്ടുണ്ട്. പക്ഷേ ലാലു പ്രസാദ് യാദവിൻ്റെ ഭരണത്തിൽ, ജംഗിൾരാജ് എന്ന് പ്രഖ്യാപിതമായിട്ട് അറിയപ്പെടുന്ന ആ ഒരു ഭരണകാലത്ത് ശരിക്കും ഒരു യാദവ മുസ്ലിം ഭരണമാണ് ഉണ്ടായിരുന്നത്. അതിപ്പോഴും അതിൻ്റെ റിപ്പിൾസ് ഇങ്ങനെ ബീഹാറിൽ നിൽക്കുന്നുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇനി എത്ര പ്രലോഭനങ്ങൾ നടത്തിയാലും ഈ RJDയെ വിശ്വസിക്കാൻ EBC SC വിഭാഗക്കാർ തയ്യാറാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ഇതിലൊരു കോൺഗ്രസിൻ്റെ ഒരു ഫാക്ടർ, അതാണ് ശരിക്കും ഈ മഹാസഖ്യത്തിൻ്റെ ഒരു വീക്ക്നെസ്സിന് കാരണം. കാരണം കോൺഗ്രസിൻ്റെ ഇൻഎഫിഷ്യൻസി. സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്കറിയാം മുസ്ലിം യാദവ് വോട്ട് ഇത് വളരെ മികച്ച രീതിയിൽ തന്നെ പോൾ ചെയ്യപ്പെടും RJDക്ക് അനുകൂലമായിട്ട്. RJD ഇത്തവണയും ഏറ്റവും ചുരുങ്ങിയത് ഒരു 60 സീറ്റെങ്കിലും നേടിയേക്കാം. അതിൽ കൂടുതൽ പോകാനുള്ളൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാനും സാധ്യതയുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും
പ്രധാന ഘടകകക്ഷിയായ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് അതാണ് ഇത്തവണയും ദയനീയമായി മാറാൻ പോകുന്നത്. അതായത് RJDക്ക് ഒരു എക്സ്ട്രാ പുഷ് നൽകേണ്ട കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര രീതിയിലുള്ള പെർഫോമൻസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഈ ഒരു മഹാസഖ്യത്തിൻ്റെ ന്യൂനത. ഇടത് പാർട്ടികളും CPIML അവർക്കൊക്കെ കൃത്യമായി ചില പോക്കറ്റുകളെങ്കിലും ഉണ്ട്. പക്ഷേ കോൺഗ്രസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഇത്തവണ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് എക്സിറ്റ് പോളുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 19 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ഇത്തവണ 60 61 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ തന്നെ ചില മത്സരങ്ങൾ സൗഹൃദ മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു 50 സീറ്റ് കറക്റ്റായിട്ട് കോൺഗ്രസ് നേരിടുന്ന സഖ്യമായിട്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പം അവിടെ എത്ര സീറ്റുകളിൽ കോൺഗ്രസ് പാർട്ടി ജയിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് BJPയുടെ വോട്ട് ബാങ്കിലേക്ക്, അതായത് നിതീഷിൻ്റെ വോട്ട് ബാങ്കിലേക്ക് കയറി കൂടാൻ എന്തായാലും RJDക്കോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സാധിക്കില്ല. പിന്നെ ഒരു ഗെയിം ചേഞ്ചർ ആവേണ്ടത്, അതായത് മുസ്ലിം യാദവ് കോമ്പിനേഷനൊപ്പം കുറച്ച് സവർണ വോട്ട്, സോക്കോൾഡ് സവർണ വോട്ട്, അതായത് ബ്രാഹ്മിൻ, ഭൂമിഹാർ, താക്കൂർ ഉൾപ്പെടുന്ന ആ ഒരു വിഭാഗം അല്ലെങ്കിൽ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്ന കുറച്ച് വോട്ടുകൾ കോൺഗ്രസിന് ഇങ്ങോട്ട് ആകർഷിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളി മാറുമായിരുന്നു. പക്ഷേ അതിനുള്ള സാഹചര്യം തീർത്തുമില്ല എന്നുള്ളതാണ് നിലവിലെ ബീഹാറിലെ ഒരു അവസ്ഥ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഇങ്ങനെ വന്ന് ഹിന്ദു വിരുദ്ധ സമീപനങ്ങൾ തുടർച്ചയായിട്ട് സ്വീകരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളൊക്കെ ഹിന്ദു വിരുദ്ധ ക്യാമ്പയിനിങ്ങുകളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഫോർവേഡ് കാസ്റ്റിൻ്റെ വോട്ട് ഒരു കാരണവശാലും BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോകാനുള്ളൊരു സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ, നിതീഷിൻ്റെ ഒരു സോഷ്യൽ കോമ്പിനേഷൻ, അതിനെ എങ്ങനെ മറികടക്കാൻ സാധിക്കുമെന്നതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. പിന്നെ മറ്റു ഫാക്ടേഴ്സ് കൂടിയുണ്ട്. വിമൻ വോട്ടേഴ്സ് വളരെ നിർണായകമാണ് ബീഹാറിൽ. ഇത്തവണ 64% പുരുഷ വോട്ടർമാരുടെ പോളിംഗ്. എന്നാൽ വിമൻ വോട്ട്, അതായത് വനിതകളുടെ വോട്ട് 71%. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാൻ സാധിക്കും. പൊതുവെ ബീഹാറിൽ പുരുഷന്മാർ കൂടുതൽ പേർ പുറം സംസ്ഥാനങ്ങളിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ പലരും വോട്ട് ചെയ്യാൻ എത്താറില്ല. പക്ഷേ ഇത്തവണ ഛഠ് പൂജയുടെ ഒരു പശ്ചാത്തലത്തിൽ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഫേസ് ആ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇപ്പോൾ നാട്ടിലുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് പുരുഷ വോട്ടർമാരുടെ എണ്ണം ഇത്തവണ, അല്ലെങ്കിൽ പുരുഷ വിഭാഗക്കാരുടെ പോളിംഗ് കൂടിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും 7% ഡിഫറൻസ് വനിതകൾക്കുണ്ട്, അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ വനിതാ വോട്ടർമാർക്കിടയിൽ നിർണായക സ്വാധീനം നിതീഷ് കുമാറിനുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം നടത്തുന്ന ആ ഒരു പ്രവർത്തനത്തിൻ്റെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് തന്നെ വനിതാ വോട്ടർമാരുടെ ഒരു പിന്തുണയാണ്. പ്രത്യേകിച്ച് നിതീഷ് തൻ്റെ ലാസ്റ്റ് ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രചരണം വളരെ സജീവമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഇമോഷണൽ അപ്പീൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും മാറ്റങ്ങൾ കൊണ്ടുവന്ന നിതീഷ് കുമാറിനെ കൈവിടാൻ വനിതകൾ തയ്യാറല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 5 മുതൽ 6% വരെ ഡിഫറൻസ് വനിതാ വോട്ടർമാർക്കിടയിൽ, അതായത് ഒരു അഡ്വാൻറ്റേജ് NDAക്ക് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. വലിയ തോതിൽ വനിതാ വോട്ടർമാർ പോളിങ്ങിന് എത്തിയിരുന്നു, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തിയിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറാണ്. ഇപ്പം യുവാക്കൾക്കിടയിലേക്ക് വരികയാണെങ്കിൽ, യുവാക്കൾക്കിടയിൽ ചെറിയൊരു അഡ്വാൻറ്റേജ്, പ്രത്യേകിച്ച് 18 മുതൽ 30 വയസ്സിനിടയിലുള്ള ഒരു പ്രായക്കാർക്കിടയിൽ മഹാഗഡ്ബന്ധന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് പൊതുവെ എക്സിറ്റ് പോളുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ അത് പറയത്തക്ക ഒരു അഡ്വാൻറ്റേജ് അല്ല, കാരണം നരേന്ദ്രമോദി ഫാക്ടർ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ തേജസ്വി യാദവ് പോപ്പുലറാണ്, പ്രത്യേകിച്ച് യങ് പോപ്പുലേഷൻ്റെ ഇടയിൽ, പ്രത്യേകിച്ച് ചില വിഭാഗക്കാർ, മുസ്ലിം അതുകൂടാതെ തന്നെ യാദവ് വിഭാഗക്കാർക്കിടയിൽ എക്സ്ട്രീംലി പോപ്പുലറാണ്. പിന്നെ ചില കാസ്റ്റിന് ഉപരിയായിട്ട് അല്പം സ്വീകാര്യത തേജസ്വി യാദവിനുണ്ട്, ഒരു യൂത്ത് ലീഡർ എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ ഒരു ഫാക്ടർ, കാരണം അദ്ദേഹം 8 റാലികളിലാണ് പങ്കെടുത്തത് ബീഹാറിൽ. വളരെ ആക്റ്റീവായിട്ട് ക്യാമ്പയിനിങ്ങിനെ നയിച്ചത് പ്രധാനമന്ത്രിയായിരുന്നു BJPയുടേത്. അതുകൂടാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പല റെറ്റോറിക്കും ആ രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ വളരെ ചർച്ചയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയെ അധിക്ഷേപിച്ച വിഷയമൊക്കെ മഹാഗഡ്ബന്ധൻ നേതാക്കളിൽ നിന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഇമോഷണൽ അപ്പീൽ എന്നുള്ള രീതിയിൽ, ഒരു സെൻറ്റിമെൻ്റൽ അപ്രോച്ച് എന്നുള്ള രീതിയിൽ വോട്ടിങ്ങിനെ ബാധിക്കും, അല്ലെങ്കിൽ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ബീഹാറിലെ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സജീവമായൊരു ഫാക്ടർ, അല്ലെങ്കിൽ വളരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പ്രശാന്ത് കിഷോർ, തെരഞ്ഞെടുപ്പ് വിദഗ്ധനായ പ്രശാന്ത് കിഷോറിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജൻ സ്വരാജ് പാർട്ടി 1.5 വർഷമായിട്ട് ഫീൽഡിൽ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് താഴേക്കിടയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അവർ നല്ല രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കും എന്നുള്ളൊരു പ്രഡിക്ഷനൊക്കെ ഒരു 2 മാസം മുമ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഗ്രാജ്വലി അവരുടെ ആ ഒരു സ്വാധീനം കുറഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് BJP വളരെ ശക്തമായ ക്യാമ്പയിനിങ്ങിലേക്ക് മാറിയതിനു ശേഷം BJPയുടെ പ്രമുഖ നേതാക്കൾ, ദേശീയ നേതാക്കളൊക്കെ അവരുടെ കോൺസ്റ്റിറ്റ്യുവൻസികളിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട
മേഖലകളിൽ എത്തിയതോടുകൂടി തന്നെ പ്രശാന്ത് കിഷോറിൻ്റെ ആ ഒരു ചാമിങ് സംഭവം കുറേയൊക്കെ കുറഞ്ഞു. പിന്നെ അതുകൂടാതെ തന്നെ തേജസ്വിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടുകൂടി പൊതുവെ ഈ പ്രശാന്ത് കിഷോറിന് ലഭിക്കേണ്ട ചില ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ തിരിച്ച് RJD അല്ലെങ്കിൽ മഹാസഖ്യത്തിലേക്ക് പോയി എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൂടാതെ തന്നെ പ്രശാന്ത് കിഷോർ ഈ BJP JDU സഖ്യത്തിന് ലഭിക്കേണ്ട ചില വോട്ടുകളും പിടിക്കുമെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതും ഒടുവിൽ സംഭവിച്ചിട്ടില്ല എന്നാണ് വിവിധ എക്സിറ്റ് പോളുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് BJPയുടെ ഫോർവേഡ് കാസ്റ്റ് വോട്ടിൽ ഒരു ചെറിയൊരു അംശം പ്രശാന്ത് കിഷോർ പിടിച്ചേക്കുമെന്നുള്ള ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ പ്രശാന്ത് കിഷോർ ഒരു 4 മുതൽ 6% വരെ വോട്ട് പിടിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം സീറ്റ് കിട്ടും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 0 മുതൽ 5 വരെയൊക്കെയാണ് പല എക്സിറ്റ് പോളുകളും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്തായാലും ബീഹാറിൽ ഇനി ആര് ഭരിക്കുമെന്നറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എത്ര പറഞ്ഞു കഴിഞ്ഞാലും ജനങ്ങളെ എങ്ങനെ കാര്യങ്ങളെ നിർണ്ണയിക്കുമെന്നുള്ളത് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ മനോഹാരിതയും അതുതന്നെയാണ്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യത്തിൽ പൊതുവെ ഈ ഇലക്ഷന് ശേഷമുള്ള ട്രെൻഡുകൾ, അതുകൂടാതെ ഗ്രൗണ്ട് സീറോയിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ലഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് NDA സഖ്യത്തിന് ഒരു ആധിപത്യമുണ്ട്. കഴിഞ്ഞ തവണത്തെ ഒരു സിനാരിയോ ആയിരിക്കും, അതായത് കേവല ഭൂരിപക്ഷത്തിനടുത്ത് അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിനേക്കാൾ കുറച്ച് കൂടുതൽ സീറ്റുകൾ നേടുന്ന ഒരു സാഹചര്യമായിരിക്കുമോ NDAക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു മികച്ച ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ലാൻഡ് സ്ലൈഡ് അതിലേക്ക് NDA അതായത് നിതീഷും BJP ഉൾപ്പെടുന്ന സഖ്യം മുന്നോട്ട് പോകുമോ എന്നാണ് അറിയാനുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.